കാസർഗോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എൽ.പി. വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ വി.ഡി. സവർക്കറെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേരറിവ് ദി ഫ്രീഡം ക്വിസ് സംഘടിപ്പിച്ചു. പാളയം മാനവീയം വീതിയിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ യഥാർത്ഥ ചരിത്രം വരും തലമുറയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതിനാണ് നേരറിവ് ഫ്രീഡം ക്വിസ് സംഘടിപ്പിച്ചത്. വർഗീയ ശക്തികൾ ചരിത്രം തിരുത്തിയെഴുതാൻ ശ്രമിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് എം.എൽ.എ. പറഞ്ഞു. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത RSSന്റെ ചരിത്രവും നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. 6 തവണയാണ് ഈ സവർക്കർ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തത്. അദ്ദേഹത്തിന് ചേരുക വീര സവർക്കർ എന്ന പേരല്ല, അദ്ദേഹത്തിന് ചേരുന്നത് ഭീരു സവർക്കർ എന്ന പേരാണ്. ഇപ്പൊ ഭീരു സവർക്കറെ വീരസവർക്കറാക്കാൻ സംഘപരിവാർ രാജ്യത്തുടനീളം ശ്രമിക്കുമ്പോൾ അതിന് അനുകൂലമായ സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് അത് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് നയിച്ച ഫ്രീഡം ക്വിസ് മത്സരം ശ്രദ്ധേയമായി. 100 കണക്കിന് ആളുകളാണ് മാനവീയം വീതിയിൽ ഒരുമിച്ചത്. സഖാവാണ്, ഒരു പോരാളിയാണ്, ഒരു ദേശാഭിമാനിയാണ്. ആ കുട്ടിയുടെ പേര് അനഘാശയൻ. അതാണ് അനഘാശയൻ. അനഘാശയൻ എന്ന 13കാരനാണ് കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തസാക്ഷി. ഈ ലോകത്തിലെ ഏറ്റവും മാനവികമായ പോരാട്ടം നമ്മുടെ കൺമുന്നിൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരിടത്ത് കണ്ടു. ദുരധികാരത്തിന്റെ ഏറ്റവും ഭീകര രൂപമായി മാറിയ സാർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലും റാസ്പുട്ടിന്റെ ദുർമന്ത്രവാദത്തിൽ പെട്ടുപോയ സാറിനമാരുടെ അന്തഃപുരത്തിലും ഒരു രാജ്യത്തിന്റെ ജനതയെ മുഴുവൻ പട്ടിണിക്കിട്ടിരുന്നപ്പോ സഖാവ് വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ റഷ്യയിൽ നടന്ന ലോക കമ്മ്യൂണിസത്തിന് നാന്ദി കുറച്ച ആ ഉജ്ജ്വല വിപ്ലവത്തിന് ശേഷമുണ്ടായ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിനെ മാതൃകയാക്കിക്കൊണ്ട് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയല്ല, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമിയായി ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മാറണം എന്നാണ് അന്ന് ഭഗത് സിംഗ് തീരുമാനിച്ചത്. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് VS ശ്യാമ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി LS ലിജു സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V അനൂപ്, ജില്ലാ ട്രഷറർ SS നിതിൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A ഷാനവാസ്, ആദർശ് ഖാൻ, അഡ്വക്കേറ്റ് അമൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.